ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമില്ല, കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയില്ലേ. ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അത് വീട്ടുകാരും നാട്ടുകാരും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ്, ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയാം. കാരണം ഒരിക്കലും പാട്ട് പാടാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ എന്ന രീതിയിൽ ഈ ഒരു സ്റ്റേജിൽ വന്ന് നോക്കുമ്പോൾ ശരിക്കും അതൊരു വലിയ സന്തോഷം തരുന്ന നിമിഷം തന്നെയാണ്. ഈ റൗണ്ടിൽ ഞാൻ ഫാസ്റ്റ് നമ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സമ്മർ ഇൻ ബത്ലഹേം എന്ന മൂവിയിലെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന പാട്ടാണ്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മച്ചകങ്ങൾ, മോടികൂട്ടാൻ മേടസൂര്യൻ, കാവലാളായി നീലരാത്രി, കുന്നിനുമീതെ കുറുകി നടക്കും മാടപ്രാവുകളെ, കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മത്സകങ്ങൾ. പൂക്കൾ തൂണാണേ കാക്കപ്പൊന്ന് പൊൻവാതിൽ, വെള്ളിത്തിങ്കളാണല്ലോ ചില്ലിഞ്ചാലകം, രാവിൽ പൂത്ത നക്ഷത്രം, മേലെ മേഞ്ഞ മേലാപ്പായ്, ചായം പൂശിയെന്നെന്നും സന്ധ്യാ കുങ്കുമം, പനിനീർ നിറയും പൈമ്പാൽ കുളവും, ആമ്പൽ തളിരും അഴകായി, മിന്നിത്തെന്നി മിനുങ്ങി നടക്കും മിന്നാമിന്നികളെ, കൊട്ടാരത്തിനകത്തു കുരുന്നു വിളക്കു കൊളുത്താൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാ മത്സകങ്ങൾ. പന്തൽ വീഞ്ഞു മൂവന്തി, മുത്തും കോർത്തു നിൽപ്പുണ്ടേ പൂന്തേ തുമ്പികൾ, വേണം നല്ലൊരാനന്ദം, കേൾക്കാം നല്ല കച്ചേരി, പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയിൽ, ആടാൻ വരുമോ പണിവാൽ മയിലേ, അകിലും കുഴലും തരുമോ നീ, തുള്ളി തുള്ളി പാറി നടക്കും കുഞ്ഞിക്കുരുവികളെ, വെള്ളിപ്പറവകൾ ഈ വഴി പാറി പാറി വരുന്നുണ്ടേ. മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മത്സകങ്ങൾ, മോടികൂട്ടാൻ മേടസൂര്യൻ, കാവലാളായി നീലരാത്രി, കുന്നിനുമീതെ കുറുകി നടക്കും മാടപ്രാവുകളെ, കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ.
കുന്നിനുമീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. വൈഷ്ണവേ അടിപൊളിയായിരുന്നു, പാടുന്ന കാണാൻ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച് ഉഷാർക്ക് ഉഷാർ. താങ്ക് യു സാർ പ്ലീസ്. വൈഷ്ണവ് ഒരു രക്ഷയില്ലേട്ടാ. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് പാടുമ്പോൾ തന്നെ നമ്മൾ ഷിവറിയ മീൻസ് നമുക്ക് ആ ഒരു എന്താ പറയുക, ശ്വാസം കിട്ടാണ്ട് വരിക ചില സ്ഥലത്ത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റീടേക്ക് എടുക്കും, ഒട്ടിച്ചു വയ്ക്കും, അതെടുത്ത് അവിടെ വയ്ക്കും, കറക്റ്റ് ചെയ്യും. ഇത് അതൊന്നുമില്ല, നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ലൈവ് പാടുകയല്ലേ, ഡാൻസ് ചെയ്തിട്ട് ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. താങ്ക് യു സർ, താങ്ക് യു. ടോട്ടൽ നമ്മുടെ ഞങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ ഈ ടോട്ടൽ വെനു അങ്ങോട്ട് പൊളിച്ചു. ഭയങ്കര എന്റർടൈൻഡ് ആയി. താങ്ക് യു സർ, താങ്ക് യു. പാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ, താങ്ക് യു. വൈഷ്ണവ് പാടുന്നത് വൈഷ്ണവിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഇത് കുറച്ച് പഴയ പാട്ടാണ്, അന്നത്തെ ട്രെൻഡിന് ചെയ്ത പാട്ടാണ്. ഇപ്പം അത് കേൾക്കുമ്പോൾ ഇന്നത്തെ ട്രെൻഡിന് ചെയ്ത പാട്ടായി മാറി. താങ്ക് യു സർ, താങ്ക് യു. ദ വേ യു സാങ്, അതിൻ്റെ വരികൾ പറയുന്നതും അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ ചെറിയ ചെറിയ ഭാവങ്ങൾ കൊടുക്കുക, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതേപോലെ തന്നെ പാടണമെന്നില്ല, നമ്മളിപ്പോഴത്തെ ഒരു ഫീലിന്, അത് പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഫീലിൻ്റെ ഉസ്താദുക്കളാണ് ഈ ഇരിക്കുന്നത്. ഈ ഓർക്കസ്ട്രേഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നന്നായിട്ട് പാടി. അതിൽ ഇതൊക്കെ മറ്റേ ചെറിയ 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 കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊള്ളാട്ടോ, പല്ലവിയിലെ കൺട്രിബ്യൂഷൻസ് അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരുപാടും താങ്ക് യു പറയണ്ടോ. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് എന്തത്, ഇതിന്റെ ഒരു മുതല. അല്ല സാർ, സത്യമായിട്ടും അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ്. അതെ. ഇനി പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആവേശം ഇതൊക്കെ ആ പാട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നന്നായി പാടി. പല്ലവി ഭാവങ്ങൾക്കൊന്നും മാറ്റം വന്നില്ലെങ്കിലും കുറച്ച് ശ്രുതിയുടെ പ്രശ്നം അനുപല്ലവിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു തുമ്പി എവിടേക്കോ പറന്നു പോയില്ലേ ചരണത്തില്, എന്താണ് പൂന്തേൻ തുമ്പികള് എവിടേക്കോ പോയി. കുഴപ്പമില്ല, അതൊക്കെ ചെറിയ ചെറിയ ഇത്രയും ഡാൻസ് കളിച്ചതല്ലേ, അപ്പൊ തുമ്പിയൊക്കെ ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. സോ ടോട്ടലി ഇറ്റ് വാസ് എൻ എക്സലന്റ് പെർഫോമൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. മഞ്ജരി അസലായിട്ട് പാടി. താങ്ക് യു. പിന്നെ നേരത്തെ എനിക്ക് തോന്നിയത്, ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവിടെ കിടന്ന് എല്ലാം കൂടെ ചാടി ഓടുന്നു വിചാരിച്ചു. അമ്മാതിരി ഇതെനിക്ക് പാടണം എന്നുള്ള ഒരു ആവേശത്തിലാണ് വൈഷ്ണവ് നിൽക്കുന്നത് തന്നെ. തുടങ്ങുമ്പം ഒരു നിങ്ങൾക്ക് വേഗം വായിക്കുക എന്നുള്ള ഒരു എല്ലാം ഷടപടേന്ന് വേണം, പൊടപടാന്നങ്ങ് പാടിപ്പോണം. പക്ഷെ അതാണ് ആ തുടങ്ങിയ സമയത്ത് ഒരു വെപ്രാളുണ്ടായിരുന്നു. എനിക്കിത് അടിച്ച് പൊളിച്ച് പാടണമെന്ന്. അതുകൊണ്ടാണ് ആ തുടക്കത്തിലുള്ള 2-3 സ്ഥലത്ത് ശ്രുതി അങ്ങ് ചതിച്ചത്. പിന്നെ ചാട്ടത്തിന്റെ ഇടയില് ഈ ചെവിയിലൊരു സാധനം വെച്ചിട്ടുണ്ട്, മ്യൂസിക് ഒക്കെ ശരിക്കും കേൾക്കാൻ. പ്രേക്ഷകരെ ഇന്നിയർ വെച്ചിട്ടുണ്ട് ഇവര്, എന്നാൽ ഇവർക്ക് മ്യൂസിക് ഒക്കെ നല്ല ഭംഗിയായിട്ട് കേൾക്കുള്ളൂ. ചാടി കളിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ ഊരി വീണു. അപ്പൊ തുടക്കത്തില് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ആ ഡാൻസ് മാത്രമാണ് ആദ്യം നടന്ന ഒരു വിജയം. പിന്നെ ആദ്യത്തെ ആ ഒരു പല്ലവി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഫുൾ സ്വിങ്ങിൽ റെഡിയായി. ഡാൻസ്, പിന്നെ കോറസിന്റെ കാര്യം പറയേ വേണ്ട, അവര് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് കുറെ ഡാൻസ് കളിപ്പിക്കാൻ നോക്കി. ഡാൻസ് മാസ്റ്റർ വിക്രം ഇവിടെ നിന്നിട്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുക, ഇവര് അവിടെ നിന്നിട്ട് ഇങ്ങനെയാണോ അങ്ങനെയാണോ, എന്താണോ കോറസുകളെ. പക്ഷെ ഇതൊരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. അത് മനോഹരമായി. ഞങ്ങള് എൻജോയ് ചെയ്തു ഈ പെർഫോമൻസ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. ചേച്ചി, ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇപ്പം ചേച്ചി സാറും ചേച്ചിയും പറഞ്ഞ പോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ 2 കാരണം മാത്രമേ ഉള്ളൂ. ഒന്ന് എൻ്റെ അച്ഛനമ്മ, ദൈവം, പിന്നെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ്. അവർ സത്യം ഇടും എന്നെ അത്രയും. ഞങ്ങളെല്ലാവരെയും തന്നെ പറയാം, ഇനിയിപ്പോൾ ഞാൻ അവരെല്ലാവരെയും റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ പറയാണ്. രാധിക ചേച്ചി അതേപോലെ തന്നെ സിയാദൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ എത്ര സമയം, ഇപ്പോൾ ഞാനൊക്കെ ഇന്നലെ രാത്രി 12 മണിക്കൊക്കെ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഇതിൽ കറക്ഷൻ ഉണ്ടോ, അപ്പോൾ അവർക്കൊന്നും ഒന്നും പറയാണ്ട് ഏത് സമയത്തും, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അടിപൊളിയായിട്ട് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നെ നമുക്ക്. ഞാൻ ഇവിടെ നിന്ന് ഈ പാടി ഫുൾ അവരുടെയാണ്. പക്ഷെ അതുകൊണ്ടാണ് തോന്നുന്നു അവരുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ഉണ്ട്, 12 മണിയാക്കാൻ നിൽക്കേണ്ട വോയിസ് മെസ്സേജ്, ഒരു 10:30 ആകുമ്പോഴത്തേക്ക് അയച്ചു നിർത്താൻ. ഞാൻ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയണം. ഇപ്പം നമ്മുടെ ബാൻഡ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താലും, നമ്മുടെ ഗ്രൂമേഴ്സ് നന്നായിട്ട് പിന്നെ അവരെ ഗ്രൂം ചെയ്താലും
നിങ്ങൾ ടിപ്സ് പറഞ്ഞു കൊടുത്താലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ തീർച്ചയായിട്ടും അത് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഉണ്ട്. ആൻഡ് ഈ പറയുന്ന നമ്മുടെ മ്യൂസിക്കിനോടുള്ള പാഷനാണ് ഇവർ ഓരോരുത്തരും ഈ ഫ്ലോറിൽ എത്തിച്ചത്. ഇപ്പോൾ വൈഷ്ണവ് പാടിയതുകൊണ്ട് വൈഷ്ണവിൻ്റെ കാര്യം പറയാം. മ്യൂസിക്കിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഫാമിലിയിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം മ്യൂസിക് വിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വന്ന ഒരാളാണ്. അതെന്താണ് മ്യൂസിക് അച്ഛനെന്തോ അപകടം പറ്റിയല്ലേ? എന്തായിരുന്നു വൈഷ്ണവ്? പറ. ഞാൻ പ്ലസ് 1 പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം എല്ലാ ദിവസവും പോലെ എൻ്റെ അച്ഛൻ ഷട്ടിൽ കളിക്കും, ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. ലൈക്ക് അച്ഛൻ ഒരു സ്പോർട്സ്മാൻ ആണ്. ഞാനിവിടെ നിൽക്കണേലും മേജറായിട്ടുള്ള കാര്യങ്ങൾ അച്ഛനമ്മയാണ്. എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുടെ ഹാപ്പിനെസ് ആണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ ഹാപ്പി ആവുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. ലൈക്ക് എനിക്കിവിടെ കൂടുതൽ പാടണം അല്ലെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള എൻ്റെ മേജർ റീസൺ എൻ്റെ അച്ഛനമ്മയും അത്രയും ഹാപ്പിയാണ്. അപ്പം കോമൺ അങ്ങനൊരു പൊട്ട ദിവസം തന്നെ പറയാം. എല്ലാ ദിവസവും പോലെ തന്നെ അച്ഛൻ രാവിലെ വിളിച്ചെണിപ്പിക്കും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ രാവിലെ അച്ഛൻ 6 മണിക്ക് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ വിളിച്ചെണിപ്പിക്കും. ആസ് യൂഷ്വൽ നമ്മൾ എനിക്കാണ്ട് അവിടെ തന്നെ കിടക്കും. അച്ഛൻ വരും, ചീത്ത പറയും, അടിക്കും, എന്നിട്ട് സ്കൂളിൽ കൊണ്ടാക്കുക. അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു. നമുക്കത് പെട്ടെന്ന് ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നില്ല, നമ്മളങ്ങോട്ട് പുറത്ത് വരാൻ സമ്മതിക്കണില്ല. അപ്പം ഒരു +1 കാരൻ എന്ന രീതിയിൽ എനിക്കത് നമുക്ക് നമ്മുടെ ഈ സിനിമയിലൊക്കെ പറയണത് കറക്റ്റാണ്. നമുക്കിപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് സെൻസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് സത്യമെന്ന് ഞാൻ മനസ്സിലാക്കി തന്നു. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോയി. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് ഫുൾ ബ്ലഡ് ആയിട്ടാണ്. അച്ഛൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ഷട്ടിലിൻ്റെ ബാറ്റ് ഇവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവും ഡബിൾസൊക്കെ കളിക്കുമ്പോൾ. അച്ഛൻ്റെ കൂടെ കളിച്ചൊരു പ്ലെയർ പുതിയതാണ്. അപ്പോൾ ചെറിയ കോർഡിനേഷൻ മിസ്റ്റേക്കിന് മുകളിൽ ബാഡ്മിൻ്റൻ്റെ ബാറ്റ് കണ്ണിൽ കൊണ്ടിട്ട് അച്ഛൻ്റെ കണ്ണ് ഇപ്പോൾ കാണില്ല. അപ്പം അത് കാരണം എന്നെ പഠിപ്പിച്ചിരുന്ന ഫുൾ അച്ഛനാണ്. അച്ഛൻ ജോലി ചെയ്ത് വന്ന ഇൻകം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം അതില്ലാണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ എൻ്റെ തോളത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് പറയും ഇനിയും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെയൊക്കെ. അപ്പം അന്നത് കേൾക്കുമ്പോൾ ഭയങ്കര മരവിപ്പായിരുന്നു. പിന്നെ ദൈവം നമ്മളെ ഓരോരോ സംഭവത്തിലേക്ക് എത്തുന്നത് എന്തെങ്കിലുമൊക്കെ റീസൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കണ ഒരു ഇൻസിഡൻറ്റ് അതാണ്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കണതിന് ഒരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ അന്നത് അച്ഛനങ്ങനെ പറ്റിയത് കൊണ്ടാണ് ഞാൻ പിന്നെ സിവിലെടുത്ത് അങ്ങനെ പഠിച്ച് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ കാരണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെന്നൈ മ്യൂസിക് കോളേജിലോ ഒക്കെ എനിക്ക് അങ്ങനെ പോകണമെന്നാണ് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ കാരണം വീട്ടിലേക്ക് വേറെ ഇൻകം വരാനില്ല. അപ്പം വീട്ടിലത്തെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് സിവിൽ പഠിക്കാൻ അങ്ങനെ സിവിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ജോലി കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്. വീട്ടിലേക്ക് ആകെയുള്ളൊരു ഇൻകം അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ജീവിതം പോണു. അപ്പോൾ അച്ഛൻ്റെ ആ സമയത്ത് ആ ഒരു ഇത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ എനിക്ക് അന്ന് ക്ലാസ്സിൽ പോകാനായിട്ട് തന്ന അച്ഛൻ കാശ് തരും. വയ്യാണ്ടായി കഴിഞ്ഞാലും അച്ഛൻ്റെ കയ്യിലുള്ള കാശ് തരും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇല്ലാത്ത സമയത്ത് നമുക്ക് കാശ് തന്നിട്ട് പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പം ഞാൻ ക്ലാസ്സിൽ പോകാമെന്ന് പറയും, എന്നിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരിക്കും. ആ തരുന്ന കാശൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ തന്നെ അതെടുത്തിട്ട് ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് പാട്ട് ക്ലാസ്സിൽ അങ്ങനെ പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത് ഈ സത്യത്തിൽ ഈ ഒരു നിമിഷത്തിലാവും എൻ്റെ അച്ഛനമ്മേനെ അറിയുണ്ടാവുക. ഞാനതൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് പറയാണ്. ഭാഗ്യം ചെയ്ത അച്ഛനമ്മയാണ് നല്ലൊരു വൈഷ്ണവ്. ഇതിപ്പോ നീ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനിക്കുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയോ, നിനക്ക് മ്യൂസിക് ആ പ്രായത്തിൽ, അത് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാനുള്ള സാധ്യതയാണ് ഇല്ലാണ്ടായിപ്പോയത്. അതിനെക്കുറിച്ച് ഒട്ടും വിഷമിക്കണ്ടോ? മ്യൂസിക് പഠിക്കാൻ പറ്റാത്തത് ഒരു നഷ്ടമാണെങ്കിലും അതിനേക്കാൾ വലിയ കാര്യമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. തനിക്ക് അതിനോടുള്ള പാഷൻ, ഡെഡിക്കേഷൻ, അതുണ്ടായിട്ടേ കാര്യമുള്ളൂ. മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് ടീച്ചറായിട്ട് എവിടെയെങ്കിലും പോയിട്ടിരിക്കാം. ഇതേമാതിരി പെർഫോം ചെയ്യാനോ പാട്ടിനെ ഇതേപോലെ അവതരിപ്പിക്കാനോ പറ്റില്ല. പാട്ട് പാടാനുള്ള കഴിവ് തനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ഡെഡിക്കേഷൻ ഇനിയും പഠിക്കാലോ. ദാസേട്ടൻ ഇപ്പൊ അമേരിക്കയിൽ ഇരുന്നിട്ട് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക, അറിയോ സാർ? അതെ. അപ്പൊ പിന്നെ നിനക്ക് ഞാനിപ്പോ ജോലി കിട്ടിയതിന് ശേഷം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. പഠിക്കും, അങ്ങനെ പഠിക്കും. മ്യൂസിക്കിന് മറ്റേ വേറൊന്നും വേണ്ട. നമ്മൾക്ക് ബുദ്ധിയിലോടത്തോളം കാലം അത് പഠിക്കാം. സൈക്കിളോട്ട് ചിലപ്പോ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം വീഴും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പഠിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയി മാറിയില്ലേ? പണ്ട്
പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവിടെ തിരിച്ചെത്തിയോ? അതെ സാർ അതാണ് അതാ ഭഗവാന്റെ ഒരു കടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഗീതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അല്ലെങ്കിൽ അത് തിരിച്ചു വരണമെന്നില്ല. അപ്പൊ എന്ത് പറ്റി? ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള ഒരു ബ്ലെസ്സിങ് ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടി, വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടി, നാട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടി. അപ്പൊ ആ ബ്ലെസ്സിങ്ങോടുകൂടി, ആ പോസിറ്റിവിറ്റിയോട് കൂടി സംഗീതത്തിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ എല്ലാവരും കൂടെയും ഉണ്ട്, സംഗീതവും കൂടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, കാണുന്ന പ്രേക്ഷകരും കൂടെ ഉണ്ട്. അതുകൊണ്ട് വൈഷ്ണവിന് ഇനി ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും മുന്നോട്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവം ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ചെറിയ ഇതിൽ തന്നെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റിയില്ലേ? അങ്ങനെ വിചാരിക്കുക. അതിനെ തിരിച്ച് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ മ്യൂസിക് ലൈഫിലും അല്ലാതെ നമ്മൾ പൊളിക്കും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മാർക്ക്? 79. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? അതുകൂടെ പറ. അത് എന്റെ ലൈഫിലെ രണ്ടാമത്തെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. കുറച്ചു മുന്നേ ഇങ്ങനെ ഇമോഷണൽ ആവാനുള്ള കാരണം അതാണ്. ആദ്യത്തെ ഹാപ്പി മൊമെന്റ് ഏതാ? ആദ്യത്തെ ഹാപ്പി മൊമെന്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫുൾ പാസ്സായി, ഒരു സപ്ലി ഇല്ലാണ്ട്. പിന്നെ ഞാൻ ഫുൾ സെമസ്റ്ററിലും സപ്ലി ഇല്ലാണ്ട് പാസ്സായി. അല്ല, അതും ഞാൻ അച്ഛനമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. കാരണം ഫസ്റ്റ് സെമസ്റ്ററിൽ പാസ്സായി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കണ്ടിന്യൂസ്ലി എന്നോട് അതുവരെ ലൈക്ക് അത്ര ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആവും. അപ്പൊ ഞാൻ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പം ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. രണ്ടാമത്തെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറഞ്ഞത്, ഞാൻ ഇതേപോലെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ലൈക്ക് ഞങ്ങളുടെ ലൈക്ക് ഇന്റർ സോൺ മത്സരങ്ങളിൽ പങ്കെടുത്തപ്പം സ്റ്റേറ്റ് ലെവലിൽ റെസിറ്റേഷനും ലൈറ്റ് മ്യൂസിക്കിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലെ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിലേക്ക് പോണ വഴി ഞാൻ പോണത് കണ്ടിട്ട് വീട്ടിലത്തെ രണ്ടാൾക്കാർ പറഞ്ഞു അതവന് ഫസ്റ്റ് കിട്ടിയത് കൂടെയുള്ള ആളുകൾ മത്സരിച്ച ആൾക്കാർ കാര്യമില്ലാണ്ടാണ്, അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ അല്ല, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്കതിൽ ഞാനതൊരു പ്രതികാരമായിട്ടൊന്നുമല്ല കാണണേ. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയണമെന്നൊരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഈ പറഞ്ഞ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞ ആള് ഇന്നലെ എൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, വലിയ ഉയരങ്ങളിലെത്തും, ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട് വീട്ടിലൊക്കെ, അങ്ങനെ സംസാരിച്ചു. അപ്പം എനിക്കത് ഒരിക്കലും ആളോടൊരു ഇതുമില്ല. കാരണം അതേലെ പുള്ളി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നലെ വിളിച്ചു എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ പുള്ളിക്കറിയാം ഞാൻ ഇന്നലെ വിളിച്ചത്. മഞ്ജരീശാത്തില്ല. കാരണം ഇന്നലെ കുറേ ലൈക്ക് എന്നെ അറിയണ ചേട്ടന്മാരും ചേച്ചിമാരും അവര് ഫാമിലി മെമ്പേഴ്സും കസിൻസും അങ്ങനെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ അത് പറഞ്ഞത് ആരാന്നാ പറഞ്ഞ ആൾക്കറിയാലോ. അത് കുഴപ്പമില്ല, അറിയട്ടെ, അത് ആൾക്കും ഇവനും അല്ലേ അറിയുള്ളൂ. അതെ അതെ, മൂന്നാമത് ആരും അറിഞ്ഞില്ലല്ലോ. സിമ്പിൾ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായി. അത് ഭയങ്കര ഹാപ്പിനെസ് എന്നല്ല, പ്രൗഡ് ആവും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നി. അതിലും ആരോടും എനിക്ക് വിഷമമില്ല. അത് അവർ പറഞ്ഞത് അവരുടെ ഒരു ഇതായിരിക്കും. എനിക്ക് ആരോട് റിവെഞ്ച് ഒന്നുമില്ല, പക്ഷെ എനിക്ക് അതൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നി. പിന്നെ കുറെ ആൾക്കാർ എനിക്ക് ക്ലാസിക്കൽ ഡാൻസേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ആൺപിള്ളേരെയും ഇഷ്ടമാണ്, ഗേൾസിനും ഇഷ്ടമാണ്. കാരണം അവരുടെ പെർഫെക്ഷൻ, കാരണം ഒരു കാലം എല്ലാ ആർട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കും ചിലപ്പോൾ മേ ബി ഡാൻസിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ക്ലാസിക്കൽ ഡാൻസേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കാലങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തരുന്ന ഒരു ഡാൻസർ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ ഒരു കൊളാപ്പൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, ചേട്ടാ നന്നായിട്ടുണ്ട്, കണ്ടിരുന്നു, സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷം. അങ്ങനെ ഇനി ഒരുപാട് സന്തോഷങ്ങൾ വരട്ടെ. ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഇവിടെ കാണിച്ച പെർഫോമൻസ് ഒക്കെ എന്തിനായിരുന്നു എന്ന് മനസ്സിലായി. എല്ലാം മുന്നിൽ കണ്ടവൻ ചെയ്തു. ഇതല്ല സാർ, എന്തെങ്കിലും നീ വിട്ടുപോയിട്ടുണ്ടോ? കാര്യം അരമണിക്കൂറിന്റെ എപ്പിസോഡിൽ 20 മിനിറ്റ് നീ കൊണ്ടുപോയി. എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞോ. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല, എനിക്ക് 2 സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇനിയും എപ്പിസോഡ് ഉണ്ട് ഇവരെ പറ്റിയിട്ട്. അത് ഇവനെന്റെ പിള്ളേരെ പറ്റിയെന്ന് പറഞ്ഞോ. ഇവര് തരുന്ന കറേജ്, ലൈക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ട് എനിക്ക്. എല്ലാവരും കേട്ടോ, ഈ ഇരിക്കണ എല്ലാവരും എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അയ്യോ, അതെല്ലാം തീരുമാനിക്കല്ലേ. ഉള്ള 3 പേരെ വെച്ച് പറഞ്ഞിട്ട് നീ വിട്. അവരെ ഞാൻ സമയം തരാം, വേറെ എപ്പിസോഡ് തന്നെ എനിക്ക് തരാം. ഇവന് വേണ്ടി 2 മണിക്കൂർ ഇവന്റ് നടത്തണേ. പെട്ടെന്ന് പറഞ്ഞെടുക്കാം. എനിക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും ഏത് സമയത്തും എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാപ്പി മൊമെന്റ്, ഒരു മ്യൂസിക് പഠിക്കണം അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഏതൊരാളുടെ സ്വപ്നമായിരിക്കും.
അപ്പോൾ അതെനിക്ക് തന്ന ഫ്ലവേഴ്സിന് ഏറ്റവും വലിയ സന്തോഷം, നന്ദി, കടപ്പാടെല്ലാം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈഷ്ണവ് വെള്ളാങ്കണ്ടൻ സൈനിങ് ഓഫ്. ഫിനാലെ ആയോ? ഫിനാലേക്ക് പറയേണ്ട പ്രസംഗം പോലെ ഇരിക്കുന്നു. അതെ, നിങ്ങൾ മൂന്നുപേരും ഇപ്പം എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എന്നെ സേഫ് ആയിട്ട് അവിടെ കൊണ്ടുപോയി. ഓക്കെടാ. അവന്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിക്കും. ഹലോ, ഞാൻ അമൃത. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റൗണ്ടിലെ പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടവർക്കറിയാം, അച്ഛനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എപ്പിസോഡ് എനിക്ക് അച്ഛനോടൊപ്പം നേരിട്ട് വീട്ടിലിരുന്ന് എന്താ പറയുക, അനുഭവിക്കാൻ പറ്റി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടു. അപ്പോൾ അത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അച്ഛനും നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനൊരു വേദി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. അപ്പം എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഒരു പാട്ടിനെ എന്നൊക്കെ ഉള്ളത് ജഡ്ജസ് പറഞ്ഞു തന്നു. അപ്പോൾ തുടർന്നുമുള്ള പെർഫോമൻസിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. മോഹം കൊണ്ടു ഞാൻ എന്നുള്ള പാട്ടാണ് സെക്കൻഡ് റൗണ്ടിൽ എടുത്തിരിക്കുന്നത് മെലഡി ആയിട്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്, അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി.
മധു തേടിപ്പോയി. ആഹാ, nice. വെരി ഗുഡ്, വെരി ഗുഡ്. അമൃത, നല്ല പാട്ട്, നല്ല ഡ്രസ്സ്, രണ്ടും അടിപൊളി, നല്ല കൈയടി. ഔസേപ്പച്ചൻ സാർ. അമൃത വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. അമൃതയുടെ പാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, അമൃത ഈ പാട്ട് പാടുമ്പോൾ എന്തൊരു അനുഭവിച്ചിട്ടാണ് ഈ പാട്ട് പാടുന്നത് അല്ലേ? ഇത്ര ഇഷ്ടമാണോ ഈ പാട്ട്? ഇഷ്ടമാണ്. അങ്ങനെയല്ലല്ലോ പാടും. ഇഷ്ടാണ്. നിങ്ങൾ അങ്ങനെ പറയണേ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് അമൃത പാടിയത്. ഞാൻ പറഞ്ഞ ടോൺ എങ്ങനെ ആയിപ്പോയി? അയ്യോ, ടോൺ അത് പാടുമ്പോഴും ആ ടോൺ അങ്ങനെ ആവുന്നുണ്ട് ചിലപ്പോ. അത് വോയിസ് ഡ്രൈ ആയിട്ടുണ്ട് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് പാടുമ്പോഴും അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈനെസ് ഒക്കെ നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചൊക്കെ ശരിയാക്കാം. പ്രത്യേകിച്ച് മോഹം കൊണ്ടു ഞാൻ, ആ ഞാൻ പറയുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, എന്തൊരു രസം. ശ്രദ്ധിച്ചായിരുന്നു ആ ഞാൻ എന്ന് പറയുന്നിടത്ത് ഉള്ള ഫീൽ, അതാ പെട്ടെന്ന് അതെല്ലാ പ്രാവശ്യം അത് വരുന്നുണ്ട്. അതേപോലെ ഈണം പൂത്ത നാൾ എന്ന് പറയുമ്പോഴും അത് വരുന്നുണ്ട്. ആ ഒരു എന്തെന്നാ പറയാ, അതിനോടുള്ള കൂടുതൽ ആ പറയുന്ന പ്രണയം. യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. പിന്നെ ആ ഒരു സ്ഥലത്ത്, ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം, അതിപ്പോ സ്വർണ്ണ തേരേറി ഞാൻ തിങ്കൾ പോലെ എന്ന് പറയുന്നിടത്ത് അതൊന്ന് ലൈനൊന്ന് പാടാമോ? അത് അവിടെ വോയിസ് ഡ്രൈ ആയിട്ടാണോ? അത് പെട്ടെന്ന് സ്ട്രക്കായി പോയി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരണം. ഇപ്പൊ പാടുമ്പോ ഞാൻ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്തൊരു സങ്കടത്തില കേഴുന്നുവോ, അങ്ങനെയാണോ? ഇതെന്താണിത്? മോഹം കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ. അല്ല, അത് സാരമില്ല കേട്ടോ, അതൊക്കെ പാടിപ്പിച്ചു നോക്കുമ്പോ ഡ്രൈ ആയിട്ട് പാടുന്ന നേരത്ത് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ടോട്ടലി അത് കാരണമാണ് ഒരു ചെറിയ ട്രെംബ്ലിങ് വോയിസിലുണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ അതിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളൂ. പ്ലസ് ആണ് അധികം ഉള്ളത്. The way you loved the song, enjoyed the song, ആ പാട്ട് മൊത്തം ഓൾമോസ്റ്റ് ശ്രുതിശുദ്ധമായിട്ട് പാടി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. മഞ്ജരി, മനോഹരായിരുന്നു പാടിയത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീല് മനോഹരായിരുന്നു. ഈ ചെറിയ ഹൈ പിച്ച് പാടുമ്പോഴത്തേക്ക് വരുന്ന ചെറിയൊരു സ്ട്രെയിൻ മാത്രമാണ് എനിക്കിതിൽ വേറിട്ട് നിന്നതായിട്ട് തോന്നിയത്. അതല്ലാതെ അമൃത ഭംഗിയായിട്ട് ഈ ഒരു പാട്ട്, നേരത്തെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ, ഒന്നാമത് ഈ കോഡ്സും എല്ലാം വരുമ്പോഴത്തേക്ക് ആ പാട്ട് അങ്ങ് ലിഫ്റ്റ് ആവാണ്. ശരിക്കും നമ്മുടെ ബാൻഡ് ഇതിനൊരു പുതിയ കളറാണ് കൊടുത്തത്. നമ്മൾ ഈ ഒരു വേർഷൻ പ്രേക്ഷകരായാലും സാധാരണ നമ്മൾ തബലയും അതൊക്കെ വെച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഒരു വേർഷനാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്കിംഗ് ഉണ്ടാകുമ്പം എന്തുകൊണ്ടും ഒരു പാട്ടുകാരിക്ക് സുഖമായിട്ട് പാടാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരു മഴയത്ത് ഇങ്ങനെ ഈ കുട്ടി നിന്ന് ആസ്വദിച്ച് പാടുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ മറ്റൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, ചില ലാൻഡിങ് നോട്ട്സ് മാത്രമാണ് ഒന്ന് ഫ്ലാറ്റ് ആവുന്നത്. താലമേന്തി, ഊയലാടി. അപ്പം പാടി വരുമ്പോഴത്തേക്ക് ഈ സസ്റ്റെയിൻ, അവിടെ ഒരു ചെറിയൊരു സസ്റ്റെയിൻ ഇടണം, ചെറിയൊരു സസ്റ്റെയിൻ. അതേപോലെയാണ് ബാക്കിയുള്ള ലൈൻസിലൊക്കെ. പെട്ടെന്ന് നമ്മൾ നിർത്തുമ്പോൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ എന്ന് തോന്നിപ്പോവാൻ പാടില്ല അങ്ങനെ. പിന്നെ പറഞ്ഞു പോവാണെങ്കിൽ മലയാളികൾക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. രവീന്ദ്ര മാഷ് ചെയ്തിരിക്കുന്ന നിരവധി പാട്ടുകൾ ഈ രാഗത്തില്. ഏതാ ഒന്ന് പറഞ്ഞേ? ചുമ്മാ പറയാലോ. ആ ജോഗിലൊന്ന് പറയൂ, ജോഗ് ചെയ്തിട്ട്. ഞാൻ വേറെ ഏതോ ഒരു മൈൻഡിലേക്ക് വരുമോ? ഒരു ഹമ്മിങ് പാടി തരും. പറയാൻ മറന്ന. ഓക്കെ, പിന്നെ അതായിക്കോട്ടെ. എനിക്കിപ്പോ അത് ഈ ഹമ്മിങ് കേട്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാം മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി, സ്മരണകൾ തിരയായി പടരും ജലധിയായി, ഒഴിയും നിലാവ് പോൽ വിവശയായി
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം നിറയും നിൻ കൈക്കുമ്പിൾ വിടരുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി അങ്ങനെ നമ്മൾ ഞങ്ങൾ പോയി. അതുപോലെ ഒരു അങ്ങനെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഫസ്റ്റ് പിന്നെ പാട്ട് ടെലികാസ്റ്റ് ചെയ്ത് കണ്ടതിന്റെ വിശേഷങ്ങൾ പറയൂ. വീട്ടിലും നാട്ടിലും എല്ലാം ഭയങ്കര സപ്പോർട്ട്. ഇതുവരെ വിളിക്കാത്തവരൊക്കെ വിളിച്ചു. എല്ലാവരും ടെലികാസ്റ്റിൻ്റെ അന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കുറച്ചു പേരൊക്കെ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ടെലികാസ്റ്റ് നടന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചു കുറെ പേര് മെസ്സേജ് ഇട്ടു. ഇല്ല, എന്റെ ബർത്ത്ഡേക്ക് പോലും കിട്ടാത്ത വിഷസാണ് ഇപ്പൊ ആക്ച്വലി കിട്ടുന്നത്. എന്തോ സർപ്രൈസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. നാട്ടില് ഫ്ലെക്സ് വെച്ചു, അതൊരു സർപ്രൈസ് ഫ്ലെക്സ് ആണല്ലോ. ഫ്ലെക്സ് അമ്മയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സ്റ്റാർ ഫ്ലെക്സ് സ്റ്റാർ. അപ്പൊ എന്തായാലും ഫ്ലെക്സ് വന്നു. എല്ലാവരും ഒരുപാട് ബർത്ത്ഡേക്ക് കിട്ടാത്ത വിഷസും കാര്യങ്ങളൊക്കെ കിട്ടി. ഒറ്റ പാട്ടുണ്ട്. ഇതാണെങ്കിൽ കുറച്ചധികം പാട്ടുകൾ, കുറച്ചധികം എപ്പിസോഡുകൾ നമ്മുടെ പാട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, ആ കിളിയല്ല പോയേക്കുന്നത് കേട്ടോ, കിളിക്കൂടാ. ഓക്കെ, റിലാക്സ്. പോയിട്ട് അടുത്ത പാട്ടില് മടങ്ങി വാ. ഓക്കെ, ഇത് കഴിഞ്ഞ് കല്യാണ റിസപ്ഷന് പോകാന്നറിയാം. പോയിട്ട് കേട്ടോ. ഓക്കെ, അവരോട് ബ്രൈഡിനോടും ഗ്രൂമിനോടും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. പാട്ട് കഴിഞ്ഞ് നേരെ വരുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബൈഡാ, ടേക്ക് കെയർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീഗോപിക. അപ്പം ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞാൻ പാടിയ എപ്പിസോഡ് പുറത്തിറങ്ങിയപ്പോൾ, ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരുപാട് എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നാട്ടിലെ ആൾക്കാരായാലും എല്ലാവരും വിളിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, മെസ്സേജ് ഇട്ട് പറഞ്ഞു. പിന്നെ കൂടുതൽ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ടാന്ന് പറയാൻ ഭയങ്കരമായിട്ട് ഒരിതാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ട് ഒരു ഫാസ്റ്റ് റൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് പാടിക്കഴിഞ്ഞു. ജഡ്ജസൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ തിരുത്തി ഞാൻ ഈ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. ഒരു മെലഡി റൗണ്ടാണ്. സീമന്ത രേഖിക സോങ്ങാണ് പാടുന്നത്. നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.
ശ്രീഗോപിക എന്തോ അസലായിട്ട് പാടി. താങ്ക് യു. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? ശ്വാസം എടുത്ത് വിട്ടേ. ടെൻഷൻ മാറി. മാറി. ആ ഓക്കെ സാർ. ശ്രീഗോപിക ഓ എന്താ സർ. കൊള്ളാം, താങ്ക് യു നന്നായിട്ട് സർ. പാടി. താങ്ക് യു സോ മച്ച്. അർജുന മാഷ്ട പാട്ട് ഓക്കെ. മോള് പാടുമ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോഴൊക്കെ കുറച്ചും കൂടി ആ ഒരു ഇവരുടെ കോഡ് കേട്ടിട്ടെ ഒന്നിട്ടെ. ഈ നോട്ടൊന്ന് പിടിച്ചേ. കറക്റ്റ്. ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീദിനി. ഗുഡ്. ഞാൻ പറഞ്ഞ അത് നമ്മൾ കുറച്ചുകൂടി സ്പീഡിലാണ് പാടുന്നതെങ്കിലും ആ ഒരു നോട്ട് പിടിക്കണം, ഫസ്റ്റ് നോട്ട് അവിടെ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ച് അവിടെയൊക്കെ അതിലൊക്കെ സംഗതികൾ കുറച്ചൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. പിന്നെ ഈ ചരണത്തില് അതെന്താ അങ്ങനെ എനിക്ക് ആറാട്ടു ഗംഗ തീർത്ഥത്തിൽ വെച്ചോ, പിന്നെ ആറാട്ടു പാലത്തനാണ് പാടുന്നത്, ആകാശ പാലതൻ അല്ലേ? തെറ്റിപ്പോയതാണല്ലേ? അല്ല അത് കുഴപ്പമില്ല. അത് കാരണം എന്തറിയോ, ഈ പാട്ടൊക്കെ ഒരുപാട് മനസ്സിലിട്ട് പൂജിക്കുന്ന നമ്മുടെ ഓഡിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവര് വിചാരിക്കില്ലേ ഞങ്ങളിത് കേട്ടിട്ട് എന്താണ് മിണ്ടാതിരിക്കണേ എന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. മോളുടെ സിംഗിങ് കപ്പാസിറ്റിക്ക് അത് ആറാട്ട് പാല എന്ന് പാടിയാലും ആ പാടുന്നത് ശ്രുതിശുദ്ധമായാൽ നെഗ്ലിജിബിൾ ആണ്, അത് പ്രശ്നമില്ല. അത് പിന്നെ ഇവിടെ നമ്മൾ മെമ്മറി ടെസ്റ്റ് ഒന്നുമല്ലോ നടത്തുന്നത്. അത് ചില മിസ്റ്റേക്ക്, അത് കുഴപ്പമില്ല. ഈ സംഗതികളൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ഒരു ഈസിനെസ്, കുറച്ചും കൂടി ഈസി ആയിട്ട് പാടാം. ഇത്രയും കൂടെ സ്ട്രെയിൻ ചെയ്ത് പാടുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. എനിക്ക് കോൾഡ് പിടിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറയൂ. അപ്പൊ വേറെ നിവൃത്തിയില്ല, ഇന്നത്തെ ദിവസം ഷൂട്ടിംഗ് വെച്ച് ഇവിടെ വന്ന് പാടേണ്ടത് ധർമ്മസങ്കടത്തിൽ വന്ന് പാടി. സത്യം പറഞ്ഞ ഈ പാട്ട് എനിക്ക് പാടുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. സാർ പറഞ്ഞ പാടാൻ പറ്റുന്ന പറയാം, കാരണം അതിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ വളരെ പുഷ്പം പോലെ പാടുന്നുണ്ട്. താങ്ക് യു സർ. കോൾഡിന്റെ എല്ലാം ഉണ്ട് അല്ലേ? എന്നിട്ട് നന്നായിട്ട് പാടി. എന്നിട്ട് നന്നായിട്ട് പാടിട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മഞ്ചരി. ശ്രീഗോപിക, ഓ എന്തോ ചേച്ചി. വയ്യാണ്ടിരിക്കാന്ന് മനസ്സിലായി ഇപ്പൊ പറഞ്ഞല്ലോ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ ലൈഫിൽ എടുക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പം എത്രയോ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് വന്നിട്ടുണ്ട്. ചില പാട്ടുകള് അവര് പനി പിടിച്ചിട്ട് കോൾഡ് പിടിച്ചിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഒരു റെക്കോർഡിങ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഉണ്ടാവും. അതിനൊരു ഉദാഹരണം പറയട്ടെ? ഓ പറയൂ സർ. എൻ്റെ സിമ്പിൾ സോങ് ആണ് അത്. അന്ന് പാടുമ്പോൾ അത് ഇങ്ങനെ ഡേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നത്തെ കാലത്ത് ഒരു 38 കൊല്ലം മുമ്പാണ്. അപ്പൊ അതെല്ലാം ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും ഇരിക്കുന്നു, മാറ്റാൻ പറ്റില്ല, കാരണം കോൾഡ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കോൾഡോട് കൂടിയിട്ടുള്ള ശബ്ദമാണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സോങ്. ഒരുപക്ഷെ അത് കോൾഡ് കൊണ്ട് പാടിയതാണോ? പാട്ട് പറയട്ടെ, ഏതാ? കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി പോരാമോ? ചിത്ര ചേച്ചി പാടിയത് കണ്ണാന്തുമ്പി. ഇങ്ങനെയല്ല, ഭയങ്കര കോൾഡിലാണ്, ശബ്ദം വ്യത്യാസമാണ്. ചിത്രയുടെ ഇനി കേട്ടു നോക്ക്. എന്നിട്ട് കഴിഞ്ഞിട്ടും പാട്ട് പാടി ഓക്കെ, ഡയറക്ടറിന് ഇഷ്ടം, ഫാസിലാണ് അതിന്റെ പ്രൊഡ്യൂസർ, കമൽ ഡയറക്ടർ, അവർക്കൊക്കെ ഇഷ്ടമായി. എന്നിട്ട് ചിത്രൻ്റെ അടുത്ത് ഞാനത് മാറിയിട്ട് വന്നിട്ട് പാട്ട്. പക്ഷെ ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങൾ അന്നില്ല. സ്റ്റുഡിയോയിൽ ഒറ്റയടിക്ക് കാലത്ത് 7 മണിക്ക് തുടങ്ങി 1 മണിയാകുമ്പോൾ ഒരു പാട്ട് കഴിഞ്ഞു, 2 മണിക്ക് തുടങ്ങുമ്പോൾ വേറെ പാട്ട് കഴിഞ്ഞു, പിന്നെ അതിൽ വേറെ മിക്സിങ് ഒന്നുമില്ല. ഇതെല്ലാം ആകപ്പാട് ഒരു 4-5 ട്രാക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഡയറക്ടറിനും പ്രൊഡ്യൂസർ ഫാസിൽ സാറിന് അത് ഭയങ്കര ഇഷ്ടമായി. മനസ്സിലായോ? അല്ല, കോൾഡ് പിടിച്ചതുകൊണ്ട് അല്ല, അതിപ്പോൾ എല്ലാ പാട്ടും അതേമാതിരി പാടാൻ പറ്റണമെന്നില്ല കേട്ടോ. അതൊരു സിമ്പിൾ സോങ് അല്ല, കുട്ടികളുടെ പാട്ടല്ല. അന്നങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. അല്ല, ഇതുപോലത്തെ ഒരുപാട് പ്രതിസന്ധികള് നമ്മളൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതാ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കൂടെ. നമുക്ക് ആ ഒരു ഘട്ടം ഒന്ന് തരണം ചെയ്ത് പാടുന്ന സമയത്ത് അത് വരില്ല. അതെന്തോ അതിനൊരു മാജിക് ഉണ്ട്. ചെറുതായിട്ടുള്ള നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവുമെങ്കിലും അത് ആ സമയത്ത്, നമ്മൾ ആ പാടുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെയോ നമ്മുടെ മൈൻഡിൽ നിന്ന് അതങ്ങ് പോയി കളയും. ഞാൻ പറഞ്ഞു വന്നത്, മോള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വേണ്ട മനസ്സിൽ. അയ്യോ എനിക്കിത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. സത്യം പറഞ്ഞാൽ നേരത്തെ തീരെ പാടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കണ്ടോ? അപ്പൊ പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു അനുഗ്രഹം ദൈവം നമ്മൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഇത്രയും വന്നില്ലേ.
അത് നന്നായിട്ടുണ്ടായിരുന്നു. പാടിയത് കേൾക്കാനും ഒന്നാമത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടും സൂപ്പർ ഒരു ഫീൽ ഉണ്ടായിരുന്നു മോള് പാടുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, സാറ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രുതി ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ആവാം. ചില നോട്ട്സ് ഹിറ്റ് ചെയ്യുമ്പം സാ എന്ന് പതുക്കെ ചെല്ലാണ്ട്, ഇപ്പോൾ ഒരു ഫാസ്റ്റ് റിതമുള്ള പാട്ടല്ലേ, അപ്പം ഓൺ ദ ഡോട്ട് ആയിരിക്കണത്. ഏത് നോട്ടാണോ പാടുന്നത് അതിലേക്ക് ഹിറ്റ് ചെയ്യാൻ ഉള്ള പ്രാക്ടീസ് ചെയ്യണം. അതിനൊക്കെ കുറേ പ്രാക്ടീസിങ് ടെക്നീക്സ് ഉണ്ട്. അതെല്ലാം ഒന്ന് ഇനി എല്ലാവരും പോയിട്ട് വല്ല ലൈബ്രറി, മ്യൂസിക് ലൈബ്രറി ബുക്കല്ല കേട്ടോ, കുറെ പേര് പാടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ട് പഠിച്ച് നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും. ഓൾറെഡി ദ ഗ്രൂമേഴ്സ് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്കാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീ ഗോപിക, വിശേഷം പറ. ഫസ്റ്റ് സോങ് ടെലികാസ്റ്റ് ചെയ്തതിന്റെ വിശേഷം എന്താ പറയാത്തെ? എന്തെല്ലാരും മെസ്സേജ് വിളിച്ച് ഒരുപാട് സന്തോഷമായി പറഞ്ഞു. പിന്നെ നമ്മുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ പ്രായപരിധി ഇല്ലല്ലോ, അപ്പോൾ അതെല്ലാവരും വിളിച്ചപ്പോൾ അത് പറഞ്ഞു. ഈ ഒരു ഇത് വെച്ചപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു എല്ലാം നമ്മുടെ ഫിലിമയുടെ പാട്ട് കേട്ടിട്ട് ഒരുപാട് ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഞാൻ ഫിലിമ നല്ല കമ്പനിയാണ് പറഞ്ഞിട്ട് ഫിലിമിന്റെ ഫാൻസാണ് എൻ്റെ നാട്ടിൽ മൊത്തം. ഫ്ലെക്സമ്മ രണ്ടുപേരുണ്ടല്ലോ. ഓക്കെ, കഴിഞ്ഞ പിന്നെ പെർഫോമൻസിൽ എത്രയാണ് കിട്ടിയ മാർക്ക്? 79. അപ്പൊ ഇത് നമ്മള് ഹിഡൻ ആയിരിക്കും, ബാക്കി നമ്മള് എലിമിനേഷൻ സമയത്ത്. ഓക്കെ ശ്രീ ഗോപിക, ബൈ, ടേക്ക് കെയർ. താങ്ക് യു. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള, നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വോയിസ് ഓഫ് കേരള തുടങ്ങിയിട്ട് കുറച്ചധികം എപ്പിസോഡുകളായി. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും 2 റൗണ്ടിൽ പാടി. ഒരു റൗണ്ടിന്റെ മാർക്ക് നമ്മൾ 100-ൽ എല്ലാവർക്കും കൊടുത്തു. ഒരു മാർക്ക് നമ്മൾ ഹിഡൻ ആയിട്ടാണ് വെച്ചിരുന്നത്. അത് എലിമിനേഷൻ ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഇനി അതിനുള്ള സമയമാണ്. മക്കളെ, നിങ്ങളെല്ലാം റെഡിയല്ലേ? നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം എത്തി. ആരൊക്കെയാണ് എലിമിനേഷനെ ഫേസ് ചെയ്യുന്നുള്ളതൊക്കെ ഔസേപ്പച്ചൻ സാറും മഞ്ജരി മാമും കൂടെ പറയും. പ്ലീസ്. ഇതിലിപ്പോൾ 19 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു വേവ് ലെങ്ത്തിൽ ചിന്തിക്കാൻ പറ്റിയത് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ സാറ് എഴുതിയ പോലെ തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരുമിച്ചുള്ള തീരുമാനമാണത്. സാർ പറയും അപ്പം എത്രയാണ് ഔട്ടാവുന്നത് എന്നുള്ളതൊക്കെ. എത്ര പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അത് പറഞ്ഞാൽ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. സ്വയം തിരിച്ചറിവുള്ളവരുണ്ടോ? എലിമിനേഷന് ഐ ആം ഡിസർവിങ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങളിൽ? ആരെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് സ്വയം ചിന്തിച്ച് ആരുമില്ലേ? ആരൊക്കെ ആയിരിക്കും ഇവിടുന്ന് എലിമിനേറ്റ് ആവാന്ന് എന്തെങ്കിലും ഒരു അങ്ങനെ തോന്നുന്നവർക്ക് വെറുതെ കൈപൊക്കാം, തോന്നില്ലെങ്കിൽ കൈപൊക്കണ്ട. ഒരു സെൽഫ് അസസ്മെന്റ്. എത്ര സെക്കൻഡ് കൊടുക്കാം അതിന് അവർ ആലോചിക്കാൻ? ഈ ഇരിപ്പ് കണ്ടിട്ട് പറഞ്ഞു വിട്ടാലും പോത്തില്ലെന്ന് തോന്നുന്നു. കാര്യം അതിനുശേഷം ആരും മുഖത്തോട്ട് നോക്കിയിട്ടില്ല. ഇങ്ങനെ പലർക്കും തലയില്ല. നിങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് ആദ്യത്തേനേക്കാട്ടിലും? എന്നാലും കുറച്ചൊക്കെ റെഡി ആവാനുണ്ട്. അതാണ് അല്ല, റെഡി ആവാനുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യം കൂടെ നമ്മള് പിന്നെ കാണണം. അതായത് ഫസ്റ്റ് റൗണ്ട് പെർഫോം ചെയ്തതിനെക്കാട്ടിൽ എല്ലാരും ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിൽ പെർഫോം ചെയ്തതിനേക്കാൾ ഞാനൊരു കണക്ക് പറഞ്ഞിരുന്നു. 4x4 16 എന്ന് പറയുന്ന രൂപത്തിൽ 4+4 8 അല്ല, 4x4 16 പോലെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് അതാണ് സർ എന്താ നമ്മൾ ഈ 19 പേരില് നമുക്ക് 19 പേരെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്കൊരു എലിമിനേഷൻ അങ്ങ് ഒഴിവാക്കാം. നല്ലത് അതല്ലേ നല്ലത്? എന്ത് തോന്നുന്നു? കൈയടിച്ച് പാസ്സാക്കൂ. കൊറേ പേര് ഇപ്പൊ ശ്വാസം വേണു. ഗുരുവായൂർ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പം തൃശ്ശൂരിന്ന് മുണ്ടുവൊക്കെ നീ ഇപ്പൊ ചമ്മിയില്ലേ? 2 റൗണ്ടിന് മുമ്പേ എലിമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നവനാ. ഫ്ലെക്സ് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. ഫ്ലെക്സ് പോലും കേട്ടില്ല. മെസ്സേജ് അയച്ചിട്ട് വരാം. അങ്ങനെ ഇനി എല്ലാവരും മെസ്സേജ് അയച്ച് ഫ്ലെക്സ് ഒക്കെ കേട്ടിക്കോ. ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ 3 പേരുടെ തീരുമാനിച്ച് എലിമിനേഷൻ ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ അവർക്ക് നിരസിക്കാനാവില്ല. അങ്ങനെ ഒരു അങ്ങനെയാണ് നമ്മുടെ ഒരു ഇരിപ്പ് വശം എന്നൊക്കെ. പക്ഷെ നമ്മള് ഇങ്ങനൊരു സാധനം പ്ലാൻ ചെയ്യാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതല്ലേ ഇത്ര നേരം ഇവിടെ കളിച്ചത്. നമ്മള് 3 പേരും ഒരു കുടുംബത്തിലല്ലാത്ത പോലെ സംസാരിക്കും. അനിയനെ പോലെ സംസാരിക്കുന്നത് എന്താ? നിങ്ങളെ പോലെ ടെൻഷനുള്ള ഒരാളാ ജീവയ്ക്കും അറിയില്ല അയ്യോ റിസൾട്ട് എന്താവുന്നു. അതാണ് അവിടെ നിന്ന് കുറെ നേരം പരിങ്ങുന്നുണ്ടായിരുന്നത്. ഔസേപ്പച്ചൻ സാറിന്റെ അഭിനയം എങ്ങനെയുണ്ട്? കലക്കിയില്ലേ?
ദ റിയൽ സൈക്കോ. നേരെ പറയായിരുന്നു നമ്മളെങ്ങനെ 19 പേരോ അഭിനയ ചക്രവർത്തി. എന്തായാലും സന്തോഷമായില്ലേ എല്ലാവർക്കും? അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തന്നു. അത് മാത്രല്ല, ഇതിന്ന് ഒരു ലെസനും കൂടിയിട്ടുണ്ട്. നമുക്ക് ജീവിതത്തില് എന്ത് നടക്കില്ല എന്ന് വിചാരിച്ചാൽ നടത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എലിമിനേറ്റഡ് ആവണ്ട എന്നല്ലേ ഓരോ വ്യക്തിയും ചിന്തിച്ചത്. അതല്ലേ നടന്നത്. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും. പക്ഷെ ദില്ല് വേണം, മനസ്സ് വേണം. ഇനി ഇവിടെ നിങ്ങളുള്ള റൗണ്ടില് ഞങ്ങളെ ഞെട്ടിച്ച് പെർഫോം ചെയ്യണം. അതാണ് ആ വാശിയോടെ ഒന്ന് പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പം എലിമിനേഷൻ ഇല്ല എന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ കുട്ടികളെയും പ്രേക്ഷകരെയും അറിയിച്ച സ്ഥിതിക്ക് നമുക്ക് സന്തോഷകരമായി വീട്ടിലേക്ക് പോവാം. എന്നിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഇവരുടെ പുതിയ റൗണ്ട് പെർഫോമൻസ് കാണാൻ നമുക്ക് ഓടി വരാം. അതെ, സുഖമായി കിടന്നുറങ്ങി നല്ല നല്ല പാട്ടുകൾ പഠിച്ച് വീണ്ടും ഇവിടെ വന്ന് പ്രേക്ഷകരെ ഞെട്ടിക്കുക. അതെ, ആരോഗ്യമൊക്കെ നോക്കി നല്ല ഉഷാർ കുട്ടികളായിട്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ കാണാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് നമുക്കെന്നാ പോയേക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ്, വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.